ക്രിസ്തുവിൻ്റെ അന്ത്യ അത്താഴത്തെപ്പറ്റിയുള്ള സംഭവമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. യൂദ ക്രിസ്തുവിൻ്റെ അടുത്ത് നിന്ന് പുറത്തുപോയി. യേശു വരാനുള്ള വലിയ മഹത്വത്തെപ്പറ്റി സംസാരിച്ചു. തൻ്റെ കഠിനമായ പങ്കപ്പാട് പിതാവിനെ മഹത്വപ്പെടുത്തും, മനുഷ്യകുലത്തെ വീണ്ടെടുക്കും, ദുഃഖവെള്ളിയാഴ്ചയെ തുടർന്നുണ്ടാകാൻ പോകുന്ന ഉയർപ്പും സ്വർഗാരോഹണവും വഴി ദൈവമായ പിതാവ് തന്നെ മഹത്വപ്പെടുത്തും. പിതാവിൻ്റെ നീതിയും നന്മയും കരുണയും എങ്ങും അറിയപ്പെടുകയും ചെയ്യും. കവർന്നഹൂമിൽ വെച്ച് നടത്തിയ വലിയ വാഗ്ദാനം പൂർത്തീകരിക്കുവാനുള്ള സമയമായിരിക്കുകയാണ്. അവർക്ക് ഭക്ഷിക്കുവാൻ തൻ്റെ ശരീരവും കുടിക്കുവാൻ തൻ്റെ രക്തവും കൊടുക്കണം. അവർ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശു അപ്പമെടുത്ത് വാഴ്ത്തി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചു, ഇത് വാങ്ങി നിങ്ങൾ ഭക്ഷിക്കുക, ഇതെൻ്റെ ശരീരമാകുന്നു. അനന്തരം പാനപാത്രവും എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കുടിക്കുവിൻ. അനേകരുടെ പാപപരിഹാരാർത്ഥം ചീന്തുവാനിരിക്കുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാണിത്. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അവർ വിശുദ്ധ കുർബാന ഉൾക്കൊണ്ടതിനു ശേഷം യേശു അവരോട് പറഞ്ഞു, സ്നേഹം കൊണ്ടും ഉത്കണ്ഠ കൊണ്ടും അവിടുത്തെ ഹൃദയം അലിഞ്ഞലിഞ്ഞു നിന്നു. എൻ്റെ മക്കളെ എന്ന് അവിടുന്ന് അവരെ വിളിച്ചു. നിങ്ങളോടുകൂടെ ഇനിയും കുറേ സമയമേ ഞാനുണ്ടായിരിക്കുകയുള്ളൂ. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പക്ഷെ ഞാൻ പോകുന്നിടത്ത് നിങ്ങൾക്ക് എത്തുവാൻ കഴിയുകയില്ല. ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ കൽപ്പന അതവർ കേട്ടത് അപ്പോഴാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ കൽപ്പന നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് എല്ലാവരും അറിയുവാനുള്ള അടയാളം ഈ നിങ്ങളുടെ പരസ്പര സ്നേഹമായിരിക്കണം. പത്രോസിനിത് കേട്ടപ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടായി. തങ്ങൾക്ക് ചെല്ലാൻ കഴിയാത്തിടത്തേക്ക് അവിടുന്ന് പോവുകയാണ്. പത്രോസ് ചോദിച്ചു, കർത്താവേ, എവിടേക്കാണ് അങ്ങ് പോകുന്നത്? ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്കിപ്പോൾ വരാൻ കഴിയുകയില്ല. യേശു പത്രോസിനോട് അരുളിച്ചെയ്തു, പക്ഷേ പിന്നീട് നിങ്ങൾ വരും. പത്രോസിന് കാത്തിരിക്കാൻ ക്ഷമയില്ലായിരുന്നു. അപ്പോൾ തന്നെ പോകണമെന്നായി. ഞാനിപ്പോൾ വന്നാൽ എന്താണ്? അങ്ങയ്ക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കാൻ കൂടി ഞാൻ